കോട്ടയത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ നോക്കിയാൽ ഇപ്പോൾ LDF ആണ് മുൻപിൽ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന് അധികാരത്തോടു കൂടി അല്ലെങ്കിൽ കോൺഗ്രസിന് മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കോട്ടയമെങ്കിലും പക്ഷെ ഇപ്പോൾ അത് LDFന്റെ കയ്യിലാണ്. ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും അത് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ടോ? എന്താണ് ഇനി കോട്ടയത്ത് നടക്കാൻ പോകുന്നത്? കോട്ടയത്ത് നടക്കാൻ പോകുന്നത് പറഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയായിരിക്കും. കാരണം അവിടെ അവരുടെ ഒരു ശക്തി കാണിച്ചാൽ മാത്രമേ നിയമസഭയിലേക്ക് കോട്ടയത്തിന്റെ വഴി കുറച്ചുകൂടി എളുപ്പമാവുള്ളൂ. കഴിഞ്ഞ ഇലക്ഷൻ ആണെങ്കിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, മാണി ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണ് LDFന് അവിടെ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടായത്. പക്ഷേ ആ ഒരു രീതിയിലാണെങ്കിലും വർഷങ്ങളുടെ ആ ഒരു പാരമ്പര്യമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് വളരെയധികം വേരോട്ടമുള്ള ഒരു മണ്ണാണ് കോട്ടയം എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളാണെങ്കിലും ക്രൈസ്തവ വോട്ടുകളാണെങ്കിലും ഇതൊക്കെ എപ്പോഴും കോൺഗ്രസിന് അനുകൂലമായിരുന്ന ഒരു ചരിത്രമാണ് കോട്ടയത്തുള്ളത്. അപ്പൊ ആ ഒരു ചരിത്രപരമായി പെട്ടെന്നൊരു വിഭാഗീയത ഉണ്ടാവുക, മാണി ഗ്രൂപ്പിന്റെ സപ്പോർട്ട് അപ്പുറത്തേക്ക് കിട്ടുക, അത് മാത്രമായിരുന്നു LDFനെ തുണച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പൊ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മാണി ഗ്രൂപ്പിന്റെ ഫുൾ സപ്പോർട്ട്, അല്ലെങ്കിൽ ജോസ് കെ മാണിയൊക്കെ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഫുൾ സപ്പോർട്ട് LDFനായിരിക്കും. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും കൈവിട്ടുപോയ നഗരസഭ കൂടി LDFന്റെ വശത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മാണി ഗ്രൂപ്പിന്റെ ആ ഒരു നിലപാടുകൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അന്ന് ആ ഒരു ഗ്രൂപ്പ് വിഭാഗീയത ഉണ്ടായിട്ട് പോലും നഗരസഭകൾ പലതും ഭൂരിപക്ഷവും പിടിച്ചെടുത്തത് UDF തന്നെയായിരുന്നു. കാരണം 6 നഗരസഭ ഉണ്ടായിരുന്നു, അതിനകത്ത് 4 പിടിച്ചെടുക്കാൻ പറ്റിയത് UDFനായിരുന്നു. പക്ഷേ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വൻ ഭൂരിപക്ഷത്തിലേക്ക് LDF പോയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 71 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, അതിനകത്ത് 50 എണ്ണവും LDFന്റെ കൈകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ കോട്ടയത്തെ സംബന്ധിച്ചിട്ട് അത്ര അങ്ങ് ഒരുപാട് വർക്ക് എടുക്കുന്നതിനെക്കാട്ടിലും ആത്മാർത്ഥമായി കുറച്ച് വർക്ക് എടുക്കുകയും കുറച്ച് ജനകീയ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജനങ്ങളോട് കൂടി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ച് സ്ഥാനാർത്ഥികളെ ഇറക്കുക എന്നുള്ള ഒരു രീതിയാണ് മുന്നോട്ട് വെക്കുന്നത്. കാരണം LDFനെ സംബന്ധിച്ച് അത് കുറച്ചുകൂടെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഈ ഭരണവിരുദ്ധതയ്ക്ക് അപ്പുറത്തേക്കും കൂടുതലായിട്ട് ഞാൻ കേട്ടു വന്നൊരു കാര്യമാണ് ആൾക്കാരെ നോക്കി വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഭരണത്തിന്റെ അപ്പുറത്തേക്കും വ്യക്തിയെ നോക്കിയാണ് വോട്ട് ചെയ്യുക. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, മറ്റു തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല. സ്വാഭാവികമായും ജനങ്ങൾക്ക് മുഖപരിചയമുള്ള അല്ലെങ്കിൽ ഓരോ സാധാരണക്കാർക്കും അറിയുന്ന വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പേരുകളെ നോക്കി വോട്ട് ചെയ്യുന്ന ട്രെൻഡാണ് ഇപ്പൊ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഭരണത്തിന്റെ പ്രൊമോഷൻ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല എന്നൊരു വശത്തേക്കാണ് പോകുന്നത്. അതെ. അപ്പോ ഒന്നാമത്തെ കാര്യം കണ്ണൂർ എന്ന് പറയുന്നത് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് കോട്ടയം എന്ന് പറയുന്ന അവിടെ ഏറ്റവും കൂടുതൽ നഗരസഭകളൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് UDF ആണ്. അതേപോലെ തന്നെ ആ ഒരു രീതി ആ ട്രെൻഡ് തന്നെയായിരുന്നു കോട്ടയത്ത് വന്നപ്പോ. കോട്ടയത്ത് കോൺഗ്രസിന്റെ ഇറ്റെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് LDF അധികാരത്തിലേക്ക്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചെറിയ ഈ തമ്മിലടികളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ പരിഹരിച്ച് അല്ലെങ്കിൽ ഒരു നീണ്ട കാലയളവിലുള്ള പഠനപ്രകാരം വീണ്ടും തിരിച്ചെങ്ങനെ അല്ലെങ്കിൽ കൈവിട്ടുപോയ ആ ഒരു സീറ്റുകൾ ഉണ്ടല്ലോ, ഇവരുടേതായിട്ടുള്ള കുറച്ച് സീറ്റുകളുണ്ട്, ആ സീറ്റുകൾ എന്ത് വില കൊടുത്തും തിരിച്ചെടുക്കാമെന്നുള്ള രീതിയിലേക്കാണ് കോട്ടയത്തെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോ കോട്ടയത്ത് മാത്രമല്ല കേരളത്തിലൊട്ടാകെ നോക്കിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ അതുവരെ എന്തിനും മുന്നിൽ നിന്നിരുന്ന അല്ലെങ്കിൽ എങ്ങനെയും ജയിക്കണമെന്ന് വീറോടും വാശിയോടും നിന്നിരുന്ന പല ആളുകളും പിന്നീട് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ പാർട്ടിയോട് തമ്മിൽ തല്ലുണ്ടാവുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ സീറ്റ് വിഷയമാണെങ്കിലും ഇപ്പൊ കോട്ടയം സംബന്ധിച്ചാണെങ്കിൽ LDFന്റെ അകത്തും കുറച്ച് പോറുകളുണ്ട്. കാരണം ഒരു സീറ്റ് എക്സ്ട്രാ വന്നപ്പോ ഇത് എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ആ സീറ്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ഇപ്പോ കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്, മാണി ഗ്രൂപ്പിന്റെ ഭാഗത്ത് അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും LDFന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇതിനകത്തിൽ തന്നെ ആണെങ്കിൽ ലീഗും കോൺഗ്രസും തമ്മിലൊരു പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്തും ഈ സീറ്റുകൾ വിഭജനം ചെയ്യുന്ന സമയത്ത് ലീഗിന്റെ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ കണ്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് സീറ്റുകളുടെ എണ്ണം അവർ കൂട്ടി ചോദിക്കുന്നുണ്ട്. ആ ഒരു എണ്ണം കൂട്ടി ചോദിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് കോൺഗ്രസിന് ഒരു നല്ല നിലപാടെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് തദ്ദേശത്തെ നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ്. കാരണം ഇവർ തമ്മിൽ പിരിയുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കൊന്നും പോവില്ലായിരിക്കും. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് നമുക്കറിയാം കോൺഗ്രസിനകത്ത് ലീഗ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ UDFനെ സംബന്ധിച്ച് മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കാം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ലീഗിന്റെ ഒരു വോട്ട് ഷെയർ എന്ന് പറയുന്നത് അത് പല ജില്ലകളും സംബന്ധിച്ച് അങ്ങനെ നോക്കുമ്പോൾ UDFന് അത് അനിവാര്യമാണ്. പക്ഷേ UDFന്റെ കോൺഗ്രസിന് കോൺഗ്രസിന്റേതായിട്ടുള്ള കുറച്ച് വോട്ടുകളുണ്ട്. അത് കുറച്ച് കാലത്തെ അത് മാത്രം വെച്ചുകൊണ്ട് അധികാരത്തിൽ വരാമെന്നോ അല്ലെങ്കിൽ വിജയം കൈവരിക്കാമെന്നോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പല മണ്ഡലങ്ങളിലും അത് സാധ്യമാണെന്നുള്ളതാണ് സത്യാവസ്ഥ. ലീഗിന്റേതായിട്ടുള്ള ഒരു ഷെയർ വോട്ടുകൾ ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിന് ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള
പല സ്ഥലങ്ങളും കേരളത്തിലുണ്ട്. അത് ഓരോ ജില്ലകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ജില്ലയ്ക്കകത്തുണ്ട്. ഈ പറയുന്ന മലപ്പുറം ലീഗിന്റെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള മലബാർ ഏരിയകളിൽ പോലും ലീഗിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ജയിക്കാൻ കോൺഗ്രസിന് പറ്റുന്ന സ്ഥലങ്ങളുണ്ടെന്ന്. പക്ഷെ അത്രത്തോളം ഒരു റിസ്ക് എടുക്കാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറാകില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ജയമോ തോൽവി എന്തുമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി റിസ്ക് എടുക്കാനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. സ്വാഭാവികമായും ലീഗിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ലീഗിനെ പിണക്കിക്കൊണ്ടൊരു പോക്ക് കോൺഗ്രസിന് ഈ ഒരു സമയത്ത് ഒരു പാർട്ടിയും ഇപ്പൊ ഒരു പിണക്കം എന്നൊരു സ്റ്റേജിലേക്കൊന്നും പോകുന്നില്ല. എല്ലായിടത്തും തമ്മിലടികൾ, ഇപ്പൊ BJP അത് തന്നെയുള്ള തമ്മിലടികളാണെങ്കിലും പക്ഷെ അതെല്ലാം തന്നെയും ബാലൻസ് ചെയ്ത് പ്രശ്നം പരിഹരിച്ചു. തദ്ദേശം എന്ന് പറയുന്നത് ഒരു അവരെ സംബന്ധിച്ച് ഓരോ പാർട്ടിയെ സംബന്ധിച്ചും ചിലർക്ക് ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യവും LDFനെ സംബന്ധിച്ച് ഭരണം നിലനിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യവും BJPയെ സംബന്ധിച്ച് കിട്ടുവാണെങ്കിൽ ഇപ്പോ കോട്ടയത്തെ സംബന്ധിച്ച് ഏതോ ബ്ലോക്ക് പഞ്ചായത്തിൽ എന്തോ 2 സീറ്റുകളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കി സ്ഥലങ്ങളിലൊന്നും അവർക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള നിലവിലെ അവസ്ഥ. അപ്പൊ ആ സ്കോർ ചെയ്യാൻ പറ്റാത്തടത്തു നിന്നും കുറച്ച് സീറ്റുകളുടെ എണ്ണം കൂട്ടുക. പിന്നെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ കുറച്ച് വോട്ടുകളുടെ എണ്ണത്തിലൊക്കെയാണ് BJPക്ക് പല സ്ഥലങ്ങളും കിട്ടാതെ പോയത്. അപ്പൊ ആ സ്ഥലങ്ങളൊക്കെ തിരിച്ചു പിടിക്കുക എന്നുള്ള ഈ ഒരു ലക്ഷ്യമാണ് BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന സീറ്റ് വിഭജനത്തിലുള്ള ഈ ഒരു സീറ്റിന്റെ പേരിലുള്ള അടിയും അതേപോലെ ഈ വിഭജിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 3 സീറ്റ് 4 സീറ്റും എക്സ്ട്രാ വേണം, ആ ഒരു അടികളൊക്കെ ഒന്ന് നേരെ എടുത്തു പോവുകയാണെങ്കിൽ കോൺഗ്രസിന് ചിലപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ തിരിച്ചുവരവായിരിക്കാം കോട്ടയത്ത് നമ്മൾ കാണാൻ പോകുന്നത്. അതേപോലെ ജോസഫ് ഗ്രൂപ്പിന്റെ ഇടയിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കോട്ടയം കോൺഗ്രസിന്റെ കയ്യിൽ സുരക്ഷിതമാവും. അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റമായിരിക്കാം കോൺഗ്രസിന്റെ കോട്ടയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോൾ പോലും കോട്ടയത്തെ സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് സീറ്റ് വിഭജനം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിരുന്നില്ലായിരുന്നു. നമുക്കറിയാം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ പിണക്കങ്ങളും അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തന്നെ ആളുകൾ ഇറങ്ങി പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ കോട്ടയത്ത് ഇത്തരത്തിലുള്ള ഒരു പിണക്കങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസിനകത്ത് തന്നെയുള്ള പോരുകൾക്ക് സാധ്യത കുറവല്ലേ? അകത്തുള്ള പോരുകള് സാധ്യത നിലവിൽ പോരുകൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തിരുവനന്തപുരം തലസ്ഥാനത്തേക്ക് എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ ഈ ജോസഫ് വിഭാഗത്തിന്റേതായിട്ടുള്ള കുറെ സ്വരച്ചേർച്ചകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു പ്രചരണം നടത്തുന്നത് ഒരു ഇരട്ട പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിനാഥിന്റെ നേതൃത്വത്തിൽ മറ്റൊരു പ്രചരണവും ജോസഫിന്റെ നേതൃത്വത്തിൽ മറ്റൊരു പ്രചരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് തലസ്ഥാനത്തെ സംബന്ധിച്ച് ശബരിനാഥന് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പോ നേരത്തെ സ്പീക്കറായിരുന്ന കാർത്തികേയന്റെ ആ ഒരു ഇൻഫ്ലുവൻസിലൊക്കെ ശബരിനാഥിന് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ പുള്ളിയെ പരിചയപ്പെടുത്തി ആ ഒരു ആവശ്യമില്ല. ജോസഫ് വിഭാഗത്തിന്റെ പ്രശ്നങ്ങളാണെങ്കിലും തലസ്ഥാനത്ത് വലിയ ബാധിക്കത്തില്ല. പക്ഷെ ഇതങ്ങ് കോട്ടയത്തേക്ക് വരുമ്പോൾ ക്രൈസ്തവ വോട്ടുകളുണ്ട്. ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസിനെ താങ്ങി നിർത്തിയിരുന്ന ഒരു സ്ഥലമാണ് കോട്ടയം എന്ന് പറയുന്നത്. ആ സ്ഥലങ്ങളിൽ ഈ പറയുന്ന വിഭാഗീയത കൊണ്ടുവന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ മാണി വിഭാഗം വോട്ടുകൾ എങ്ങനെയാണോ LDFന് പോയി അന്ന് ഭരണം പോയത് ആ ഒരു രീതിയിലേക്ക് തന്നെ ഈ ജോസ് വിഭാഗത്തിലുള്ള പ്രശ്നങ്ങളിൽ നിലനിൽക്കുന്ന വോട്ടുകളില്ലേ, ആ വോട്ടുകൾ അങ്ങോട്ട് പോയി കേരള കോൺഗ്രസ് Bക്ക് ഉപകാരപ്പെടും. പക്ഷേ അത് ഒരിക്കലും ഒരു നിയമസഭയിലേക്ക് എടുക്കുന്ന സമയത്ത് കോൺഗ്രസിന് ഒരു നല്ലതായിരിക്കില്ല. കാരണം എമ്മിന്റെ വിജയം അല്ലെങ്കിൽ എമ്മിന്റെ മുന്നോട്ട് വരവാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ തുണയ്ക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ അതും ഒരു നേരത്തെ നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടില്ലേ, കോൺഗ്രസിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കി കൃത്യമായിട്ടൊരു ഈ നിലവിൽ CPM ഒക്കെ പോകുന്ന ഒരു രീതിയില്ലേ, ആ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു സംശയവും ഇല്ലാതെ പല സീറ്റുകളും കോൺഗ്രസിന്റെ കയ്യിൽ ഇരിക്കുമെന്നൊരു അവസ്ഥയാണ് കോട്ടയത്ത് നിലനിൽക്കുന്നത്. കാരണം കോട്ടയത്ത് ഒരുപാട് വ്യക്തികളെ കോൺഗ്രസിന്റേതായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. ഈ നമ്മൾ പറയുന്നില്ലേ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്, അത്തരം വ്യക്തികൾ അവിടെ വരികയാണെങ്കിൽ കൃത്യമായിട്ട് വോട്ടുകളൊക്കെ ഇങ്ങനെ പോരും. അപ്പൊ അവര് പ്രത്യേകിച്ച് ബാക്കിയുള്ള കോൺഗ്രസിന് അതിൽ അടികളൊന്നും നോക്കത്തില്ല. പക്ഷെ ഈ പറയുന്നത് പോലെ പ്രായം കുറഞ്ഞ ആളുകളെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥി പട്ടികയിൽ ഈ പറയുന്ന മുഖങ്ങളെ കൊണ്ടുവരാൻ സാധിക്കാതെ പോകുന്ന ഒരു ന്യൂനത ഇപ്പോൾ പല പാർട്ടികളിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിൽ മുഖം നോക്കി വോട്ട് വരുന്ന ആളുകൾക്ക് പരിചിതമല്ലാത്ത ചില യുവമുഖങ്ങൾ കാണുമ്പോൾ അവർക്കും പിന്തിരിയാൻ സാധ്യത കൂടുതലല്ലേ? തീർച്ചയായിട്ടും തമ്മിൽ ഏതാണോ അവർക്ക് അറിയാവുന്ന ആൾക്കാരിലേക്ക് വോട്ട് കൊടുക്കും. ഇവരൊന്നും എനിക്ക് അറിയത്ത പോലും ഇല്ല, ഞാൻ ഇപ്പോഴാണ് ഇവരെയൊക്കെ കാണുന്നത് എന്ന രീതിയിൽ ഈ പാർട്ടിക്ക് അപ്പുറത്തേക്കും വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അത് കോട്ടയത്തെന്നല്ല എല്ലാ ജില്ലകളിലും അതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ ശബരിനാഥിനെ അറിയാവുന്ന ആൾക്കാർ അവിടെ പോയി വോട്ട് ചെയ്യും. ശബരിനാഥിന്റെ അത്രയും അറിയാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ അപ്പുറത്തെ ബാക്കി 2 സ്ഥാനാർത്ഥികളെ. മാരുടെ സ്ഥാനാർത്ഥികളെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ചിലപ്പോൾ ഈ ഒരു വോട്ടിന്റെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം.
ആയിരിക്കാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതുകൊണ്ടാണ് പലയിടത്തും ഈ വോട്ടുകളുടെ ഒരു വോട്ടിനൊക്കെ ജയിക്കുന്ന കണ്ടിട്ടില്ലേ, ഒരു വോട്ട് 10 വോട്ട്, ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. വ്യക്തികളുടെ പ്രഭാവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നതാണ്. ടൈറ്റ് കോമ്പറ്റീഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പല ജില്ലകളിലും.